ഹലോ. സോ എൻ്റെ ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ ഫസ്റ്റത്തെ വ്ലോഗ്, ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ്. ഐ ഡോണ്ട് നോ എങ്ങനെയായിരിക്കും ഞാനിത് ഫിലിം ചെയ്യുമ്പോഴേക്കും വരണത്. ഇത് ഉണ്ട് ഇപ്പം തന്നെ ആ ഒരു ക്യാമറയിൽ എൻ്റെ കൈയുടെ സൈഡൊക്കെ കാണാം. സോ ഇന്ന് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു സ്കിറ്റ് ജഡ്ജ് ചെയ്യാനായിട്ട് എന്നെയും കൂടി വിളിച്ചിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് നോട്ട് മൈ ഫസ്റ്റ് ടൈം ജഡ്ജിങ് എനി പ്രോഗ്രാം. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്കൂളിൽ 2 വട്ടം ജഡ്ജ് ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷേ അതൊരു സ്കൂളായിരുന്നു. ഇത് ദ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, ആ കോളേജിലാണ് ജഡ്ജായിട്ട് പോണത്. എക്സൈറ്റഡ് ആണ്, നെർവസ് ആണ്. ലെറ്റ്സ് സീ എങ്ങനെ ഇരിക്കുമെന്ന്. ആൻഡ് മോർ ദാൻ ദാറ്റ്, എൻ്റെ ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ ഫസ്റ്റത്തെ വ്ലോഗ്. സോ ഷ്യൂർലി സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മൈക്കൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നോക്കാം എങ്ങനെയായിരിക്കും ചാനൽ പ്രോഗ്രസ് ചെയ്യണേന്ന്. അതിനുശേഷം ഞാൻ മൈക്ക് ബൈ ചെയ്യാമെന്ന് കരുതി. ആൻഡ് ഇഫ് മൈക്ക് അത്രയ്ക്ക് നെസസറി ആണെങ്കിൽ എൻ്റെ കയ്യിൽ എൻ്റെ പണി ആയതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ക്ലാസ് എടുക്കാനായിട്ട് യൂസ് ചെയ്യണ മൈക്ക് ഉണ്ട്. സോ അത് യൂസ് ചെയ്യാമെന്ന് കരുതി. ഏകദേശം ഇപ്പോൾ ഒരു 2 മണി ആവാറായി. ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊരു 8 o'clock കഴിച്ചാണ്. അപ്പോൾ അധികം വിശപ്പില്ല. എന്തായാലും ഒരു പഴം ഞാൻ ഓൾറെഡി കഴിച്ചു, ഇനി ഒരെണ്ണവും കൂടി ഉണ്ട്. സോ ഒരു പഴം കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ഡയറ്റും ആകും, ഹെൽത്തി ഓപ്ഷനും ആണ്. സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് ഇനി കാശും കളയണ്ട, ചെറിയ രീതിയിൽ പിശുക്കുകയും ചെയ്യാമല്ലോ ആ ഒരു കാര്യത്തിൽ. ഫുഡിൻ്റെ കാര്യത്തിൽ പിശിക്കാൻ പാടില്ലെന്നാണ്, പക്ഷെ എനിക്ക് അത്രയ്ക്ക് വിശക്കണില്ല. അതുകൊണ്ടിട്ട് 2 ബനാന കഴിച്ചിട്ട് മിനിയൻസിനെ പോലെ ബനാന അങ്ങനെ 2 ബനാന കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ഞാൻ ബ്യൂട്ടി മോഡലാണ് കേട്ടോ ആക്ച്വലി എൻ്റെ വീഡിയോ എടുക്കണത്. വീട്ടിൽ നിൽക്കണ കോലം ആയതുകൊണ്ട് ഒരു മേക്കപ്പും ഇല്ല. അപ്പോൾ എങ്ങനെയായിരിക്കും സ്ക്രീനിൽ വന്നേന്നുള്ള ഡൗട്ട്. എന്തായാലും ഫുഡ് കഴിച്ച് ഞാൻ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ജഡ്ജായിട്ട് പോകാനുള്ള എൻ്റെ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ ഗൈസ്, ഒരു പഴവും കൂടി കഴിക്കാൻ പോയ ഞാൻ ആ ഡിസിഷൻ മാറ്റി. കാരണം എത്ര വലുതായെന്ന് പറഞ്ഞാലും അമ്മനെ വിളിച്ചൊന്ന് കൺഫേം ചെയ്യാണ്ട് നമുക്കൊന്നും ഒരു സമാധാനം കിട്ടൂലല്ലേ. ഞാൻ അമ്മനെ വിളിച്ച് ചോദിച്ച്, അമ്മ എനിക്ക് വിശക്കണം, എന്ത് ചെയ്യണം, ഇനി സ്വിഗ്ഗി ഓർഡർ ചെയ്യണോ? കാരണം എപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അവർ പറഞ്ഞേക്കണ 3:30 ആണെങ്കിലും അഫ്കോഴ്സ് പ്രോഗ്രാംസ് ആണ്, ഫോർ ഷുവർ ഡിലേസ് ഉണ്ടാകും. എനിക്കാണെങ്കിൽ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണാൻ പറ്റൂല. മറ്റേ സ്നിക്കേഴ്സിൻ്റെ പരസ്യമില്ലേ, വിശന്നാൽ നിങ്ങളല്ലാണ്ടാകും, സംതിങ് ലൈക്ക് ദാറ്റ്. അതുപോലെ ഉണ്ടാ ഞാൻ, എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണൂല. അങ്ങനെ കുറേ ഒന്നും കഴിക്കണമെന്നില്ല, പക്ഷെ വിശക്കുമ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്നിക്കേഴ്സ്, അല്ലെങ്കിൽ എനിക്ക് ചെറിയ ഒരു പരിപ്പുവട, അല്ലെങ്കിൽ ഒരു പഴംപൊരി, അല്ലെങ്കിൽ ഇപ്പോൾ കൂടിപ്പോയ ഒരു ചിക്കൻ ബിരിയാണി, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയുടെ ഒരു 3-4 പിടി, അപ്പോഴേക്കും എൻ്റെ കുഞ്ഞി വയറിൻ്റെ വിശപ്പങ്ങാട് കുറയും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ ലാഗ് അടിച്ച് പോകുന്നു. അപ്പം ഞാൻ പഴം ഒരെണ്ണം കൂടി കഴിക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ അമ്മച്ചിനെ വിളിച്ച് ചോദിച്ച്, അമ്മച്ചി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞ്, നീ പഴം കഴിക്കണ്ട ചിത്തു, ഒരു കാര്യം ചെയ്യ്, രാവിലത്തെ പുട്ടൊക്കെ ഇരിപ്പുണ്ട്, എന്നാൽ പിന്നെ അതെടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞു. സാധാരണ എൻ്റെ അമ്മ പറയാറ് സ്വിഗ്ഗി ഓർഡർ ചെയ്യരുതെന്നാണ്. പക്ഷെ എന്തോ ഇന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ സ്വിഗ്ഗി ഓർഡർ ചെയ്യാൻ പാടില്ലേ. അപ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള ആ ഒരു പിശുക്കത്തി പതിവില്ലാണ്ട് ഉണർന്നു. അതാണ് റിയാലിറ്റി. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പിശുക്കൊന്നും നോക്കാത്ത ആളാണ്. പൈസയുടെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒൺലി ഫോർ ഫുഡ്. അപ്പോൾ ഞാൻ പിന്നെ രാവിലത്തെ ഈ പുട്ടും എന്തോ ഒരു കൂട്ടുകറി അതങ്ങോട്ട് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് ഞാനിനി റെഡി ആകുമ്പോഴുള്ള വീഡിയോ ഷെയർ ചെയ്യാം. ഹലോ എവ്രി വൺ, അങ്ങനെ ഞാൻ ഫൈനലി പാർഷ്യലി റെഡി ആയിരിക്കുകയാണ്. ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഞാൻ വെയർ ചെയ്യണത്. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇത് വിസിബിൾ ആണെന്ന്. യെസ്, ഫുള്ളി വിസിബിൾ അല്ല. സോ ലിഫ്റ്റിൽ കയറുമ്പോഴേ ഞാനൊരു ഫുൾ ഔട്ട്ഫിറ്റിൻ്റെ ഒരു വീഡിയോ എടുക്കാം. ബാക്കിൽ ലാഡറൊക്കെ ഇരിപ്പുണ്ട്, അത് ഈ ഫാൻ തുടക്കാനായിട്ട്. ഞാനാണ് ഈ വീട്ടിൽ ഫാൻ തുടക്കണ പണിയൊക്കെ എടുക്കുന്നത്. യെസ്, ഞാൻ പണിയെടുക്കാറുണ്ട്. പക്ഷെ എന്തോ അത് എന്നെ അറിയാവുന്നവർ വിശ്വസിക്കാറില്ല. പക്ഷെ ഞാൻ പണിയെടുക്കാറുണ്ട്. എനിക്ക് കുക്കിംഗ് മാത്രമാണ് പ്രോപ്പറായിട്ട് അറിയാത്തത്. പക്ഷെ ഞാൻ ഭയങ്കര അതൊരു സംഭവമായിട്ടൊന്നും പറയണില്ല കേട്ടോ. നമുക്ക് എല്ലാ ജോലിയും എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. സോ ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഞാൻ വെയർ ചെയ്യണത്. സാരി ഉടുക്കണം എന്ന് കരുതിയതാണ്, ബട്ട് ഡ്യൂ ടു സം റീസൺസ് സാരി ഉടുക്കാൻ പറ്റിയില്ല. സോ ഇനി ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഇടണം, ദെൻ ഒരു പൊട്ട് വെക്കാം അല്ലേ, ദെൻ ഒരു ജുംക്ക വെയർ ചെയ്യാം. ഞാനേ സ്റ്റാൻഡിൽ ഫോൺ വെച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം, അതായിരിക്കും നല്ലത്.
സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷൻ അല്ലേ, എന്നാൽ പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക് തന്നെ ഇടാം അല്ലേ. ഇറ്റ് ഈസ് റൂബി വൂ ഫ്രം മാക്കിന്റെ റൂബി വൂ ആണ്. 2500 rupees ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് അറിയാം, പക്ഷെ ഇഫ് യു ആർ നോട്ട് വെയറിങ് എനി സോർട്ട് ഓഫ് മേക്കപ്പ് ഇറ്റ് സെർവ്സ് യുവർ പേർപ്പസ്. അത്രക്ക് അടിപൊളി സാധനമാണ്. ലെഡ് കണ്ടന്റ് കൂടുതലായതുകൊണ്ടിട്ടാണോ എന്നറിയില്ല, ചുണ്ട് സൂപ്പറായിട്ട് കറക്കണുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കിൽ പോലും ചുണ്ട് ഇത്രയും കറക്കാറില്ല. പക്ഷെ മാക്ക് തുടരെ ഒരു 3 days കണ്ടിന്യൂസ് യൂസ് ചെയ്ത കാര്യത്തിൽ തീരുമാനമുള്ളൂ. അപ്പൊ അധികം ലാഗ് ഇടിക്കാണ്ട് ലിപ്സ്റ്റിക്ക് നമുക്ക് വെയർ ചെയ്യാം. ചെറിയൊരു ബിന്ദി വെക്കാം, ദെൻ ഞാനൊരു ജുംക്ക ഇടാം. സോ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ വെയർ ചെയ്യണത്. കാണാൻ പറ്റണ്ടല്ലോ അല്ലെ? അയ്യോ, എനിക്ക് ദൂരേന്ന് നോക്കിയിട്ടുണ്ടല്ല, ഇത്രയും ഭാഗം മാത്രം ഞാൻ വെളുത്തിരിക്കണം, ബാക്കിയൊക്കെ ഞാൻ കറുത്തിരിക്കണം. ലൈക്ക് ഒരു ഗോസ്റ്റ്ലി പ്രസൻസ് പോലെ തോന്നുന്നു. എന്തായാലും ഞാൻ റൂബി വൂ അപ്ലൈ ചെയ്യട്ടെ. കുറച്ച് ഞാൻ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യട്ടെ കേട്ടോ. ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഞാൻ ഈ എക്സസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കിനെ ഒന്ന് വൈപ്പ് ചെയ്യും, ദെൻ എഡ്ജസ് ക്ലീൻ ചെയ്യും. ഇതുപോലെ വൈപ്പ് ചെയ്തിട്ട് എഡ്ജസ് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഈ ലിപ്സ്റ്റിക്ക് ലോങ് ടൈമിലേക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിപ്പോ ഞാൻ മാക്കിന്റെ റൂബി വൂ ആണല്ലോ യൂസ് ചെയ്തത്. അതിനുശേഷം ഞാൻ ഇടയിൽ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഇല്ലേ, ഓക്കെ, ഞാനിപ്പോ റൂബി വൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇപ്പൊ തൽക്കാലം നമുക്ക് താഴേക്ക് ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ആക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന്. ഓക്കെ, സോ ഇത് മിസ് ക്ലെയറിന്റെ നമ്പർ 55 ആണ്. ഞാനപ്പോൾ ഈ മാക്കിന്റെ ലിപ്സ്റ്റിക്കിന്റെ മുകളിലായിട്ട് ലോങ് സ്റ്റേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്യും. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ, രാവിലെ കോളേജിൽ പോകുമ്പോൾ ഒരു 8 o'clock ഒക്കെ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 3:30 വരെ രാവിലെ അപ്ലൈ ചെയ്യണ ആ ഒരു ക്വാളിറ്റി കുറച്ചൊന്ന് ഡിമിനിഷ് ആയിട്ട് ഉണ്ടാവുമെങ്കിലും മാക്സിമം സ്മഡ്ജ് ആവാണ്ടും ഹൈലൈറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കും ലിപ്സ്റ്റിക്ക്. ഞാൻ ഇത്രയും നാൾ ട്രൈ ചെയ്തതിൽ ഒരു ബെറ്റർ വേ ആയിട്ടാണ് തോന്നിയത്. സോ ഞാൻ ഇതിന്റെ മുകളിൽ മിസ് ക്ലെയറിന്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടണേ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേണ്. ഒരു 1 coat മതി. കണ്ടോ, ഒരു മാറ്റ് ഫിനിഷ് വന്നില്ലേ. ഇത് കുറേ നേരത്തേക്ക് ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ, അത് ഗ്യാരണ്ടിയാണ്. ഇനി നമുക്ക് പൊട്ട് തൊടാം. പൊട്ട് ഞാൻ ശില്പയുടെ ബിന്ദിയാണ് ഡെയിലി വെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. പിന്നെ പൊട്ട് വെക്കാം. ബിന്ദിയൊക്കെ വെച്ച് ഒന്നും കൂടി ഞാൻ സുന്ദരി കുട്ടിയായി. എനിക്ക് വയ്യ എന്നെ പൊക്കി പറയാനായിട്ട്. എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയും ചിത്തിരേനെ പൊക്കി പറയാനായിട്ട് ചിത്തിര മാത്രം മതിയെന്ന്. സോ ഇതാ പൊട്ട് വെച്ചു. കാണാൻ പറ്റുന്നുണ്ടോ ആവോ, നോക്കിയ കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പൊട്ടൊക്കെ വെച്ച് സെറ്റായി. ഇനി ഒരു കമ്മലും കൂടി ചൂസ് ചെയ്യണം. ഞാൻ എൻ്റെ കമ്മൽ കാണിച്ചു തരാം. കമ്മൽ കളക്ഷൻ കാണിച്ചു തരാവേ. എല്ലാ കാര്യങ്ങളും കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കണ ഒരാളാണ് ഞാൻ. ഇപ്പൊ ലിപ്സ്റ്റിക്ക് ഒരു സെക്ഷനിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെന്ന് പറയുന്നത് എൻ്റെ പൊട്ട് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇത് വേണമെങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് വ്ലോഗ് ആയിട്ട് ചെയ്യാം. ഇനി വീണ്ടും താഴെ ഇരിക്കാം നമുക്ക്. ഇനിയാണ് എൻ്റെ ട്രഷർ. ഇത് ജിമുക്ക മാത്രമാണ്, ജുംകാസ് മാത്രമാണിത്. ഇതൊന്നും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ജുംകാസ് എല്ലാം മിക്കതും 100 താഴെയാണ്. ഏറ്റവും ഹയസ്റ്റ് ഐ തിങ്ക് കൂടിപ്പോയ ഒരു 150 രൂപ. ഇതിന് വേണ്ടിയിട്ട് ഏത് ജുംക്ക് ഇടണം, അധികം നമുക്ക് ഓവറും ആവണ്ടല്ലോ. ഇതിലൊരു റെഡ് ഉണ്ട്. ഞാൻ ആ വലിയ കണ്ണാടിയിൽ വെച്ചിട്ടേ നോക്കട്ടെ ഏത് ജുംക്കയാണ് ചേരണേന്ന്. ഈ ഒരു വൈറ്റ് മുത്ത് വന്ന ജുംക്ക നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ബിക്കോസ് വൈറ്റ് ഗോസ് വിത്ത് എനിത്തിങ്.
ആ ഒരു പ്രൊഫഷണൽ എലഗൻസ് എന്തായാലും വൈറ്റ് പ്രൊവൈഡ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു ബിലീഫ്. സോ ഇതൊന്ന് ഈ ഒരു ജുംക്ക നമുക്ക് പെയർ ചെയ്യാം. ഇത് നോക്കി സുന്ദരിയായില്ലേ? പണ്ടേ സുന്ദരി അശു എന്നെ ഞാൻ തന്നെ എന്താണ് ഇങ്ങനെ പുകഴ്ത്തി കണ്ണ് വെക്കുന്നത്. കുറച്ച് കൺമഷി വെച്ചേക്കാം. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഫ്രാഗ്രൻസ്. എനിക്ക് സ്മെല്ല്, നല്ല സ്മെല്ലെന്ന് പറയണത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഇനി നമുക്കൊന്ന് ബോഡി മിസ്റ്റ് അപ്ലൈ ചെയ്യാം. ബോഡി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ച് ദ ബോഡി മിസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബോഡി മിസ്റ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇഫ് ഐ സ്പെൻഡ് ഓൺ സംതിങ് ദെൻ ഇറ്റ് വുഡ് ബി പെർഫ്യൂംസ്. ഇറ്റ് വുഡ് ബി ബോഡി മിസ്റ്റ്. എനിക്ക് പെർഫ്യൂംസ്, ബോഡി ലോഷൻസ്, ഹാൻഡ് ക്രീംസ് ഭയങ്കര ക്രേസാണ്. അത് ക്രിസ്റ്റിൻ്റെ 2 സൈഡിലും ജസ്റ്റ് നെക്കിൻ്റെ സൈഡിൽ. എൻ്റെ ദൈവമേ, 90s കിട്ട കാലൊക്കെ വേദന എടുക്കുന്നു എനിക്ക് ഇരുന്നിട്ട്. ഇനി ബോഡി ഷോപ്പിൻ്റെ പെർഫ്യൂം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ നേരത്തെ ഞാനിത് അപ്ലൈ ചെയ്യുള്ളൂ. ഐ ഡോണ്ട് നോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. അതും സെയിം ആയിട്ട് റിസ്റ്റിലെ ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ. ദിസ് ഈസ് ദ ഷോൾ. അടിപൊളിയല്ലേ? ഈ ഷോളും കൂടി വരുമ്പോഴേക്കും നല്ലൊരു പ്രൊഫഷണൽ ലുക്കായി. ഏകദേശം എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആണ്. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സൂക്ക് ബ്രാൻഡിന്റെ ഹാൻഡ് ബാഗ് ആണ്. അത് മാത്രം എടുക്കണുള്ളൂ ഞാൻ. ഇതിന് ശേഷമുള്ള വീഡിയോ കണ്ടന്റിൽ മേ ബി എൻ്റെ വോയിസ് ഓവർ ആയിരിക്കും. കാരണം അവിടെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ടുള്ള ചമ്മൽ എനിക്കുണ്ട്. മേ ബി ഇവൻച്വലി അത് ഗെറ്റ് ഓവർ ആവായിരിക്കും. സോ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോർ ഷുവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇറ്റ് ഈസ് ചിത്തിര ധര സൈനിങ് ഓഫ്. താങ്ക് യു.